പ്രിയ സുഹൃത്തുക്കളെ, വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചിന്താവിഷയമാക്കുന്നത് രസകരവും എന്നാൽ ആഴമേറിയതുമായ വിഷയത്തെക്കുറിച്ചാണ്. നിന്റെ ചുറ്റുമുള്ളവർ യഥാർത്ഥത്തിൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരാണോ, അതോ അവർക്ക് നിന്നോടൊരു ചെറിയ വെറുപ്പുള്ളിൽ ഉണ്ടോ? അയ്യോ, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരല്ലേ എന്ന് നിനക്ക് തോന്നാം. പക്ഷേ ആചാര്യ ചാണക്യന്റെ വാക്കുകൾ ഓർക്കൂ. മനുഷ്യന്റെ മനസ്സൊരു കടലാണ്. അതിന്റെ ആഴമളക്കുവാൻ ശ്രദ്ധ വേണം. ചാണക്യന്റെ നീതിശാസ്ത്രവും അർത്ഥശാസ്ത്രവും മനുഷ്യ സ്വഭാവത്തിന്റെ സൂക്ഷ്മതകൾ വെളിവാക്കുന്ന വിളക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലർ നമ്മോട് ചിരിച്ചു സംസാരിച്ചേക്കാം, പക്ഷെ അവരുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്കറിയാൻ കഴിയുകയില്ല. ചിലർ നിന്റെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവരോ, നിന്റെ സമയത്തിന് വില കൽപ്പിക്കാത്തവരോ, അല്ലെങ്കിൽ നിന്റെ അടുത്ത് അസ്വസ്ഥരാകുന്നവരോ ആകാം. ഇന്ന് ചാണക്യന്റെ തന്ത്രങ്ങളുടെ വെളിച്ചത്തിൽ നിന്നോട് ഇഷ്ടമില്ലാത്തവരെ തിരിച്ചറിയാനുള്ള 10 ലക്ഷണങ്ങൾ നാം പരിശോധിക്കുകയാണ്. ഓരോ ലക്ഷണവും നിന്റെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കൂ. ഒപ്പം ചാണക്യന്റെ ഉപദേശങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കാമെന്നും ചിന്തിക്കൂ. ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം: എല്ലാവരുടെയും പെരുമാറ്റത്തിൽ എപ്പോഴും നിന്നോട് വെറുപ്പ് പുറമെ കാണിക്കണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് സ്വന്തം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് വ്യക്തിപരമോ മാനസികമോ ആകാം. പക്ഷെ നിന്റെ ശത്രുവിനെ സുഹൃത്തായി കാണരുത് എന്നാണ് ചാണക്യന്റെ മുന്നറിയിപ്പ്. ഒന്നാമത്തെ ലക്ഷണം ഒഴിഞ്ഞുമാറൽ. നിന്നെ കണ്ടാൽ ചിലർ പെട്ടെന്ന് സ്ഥലം വിടുന്നുണ്ടോ? ഒരു പാർട്ടിയിൽ, ഓഫീസിൽ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ നീ വരുന്നത് കണ്ട് "ഓ, എനിക്കൊരു കോൾ വന്നു" എന്ന് പറഞ്ഞ് മുങ്ങുന്നവരുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സാന്നിധ്യം ശത്രുവിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുമെന്ന്. അവർക്ക് നിന്റെ കൂടെ ആയിരിക്കുന്നത് ഒരു ഭാരമാണ്. അതുകൊണ്ടാണ് വേഗം ഒഴിഞ്ഞു മാറുന്നത്. ഒരു പക്ഷേ നിന്റെ ഊർജം, ആത്മവിശ്വാസം അല്ലെങ്കിൽ നിന്റെ സംസാരം അവർക്ക് ടൂ മച്ചായി തോന്നുന്നുണ്ടാകാം. ഈ ഒഴിഞ്ഞുമാറ്റം വെറുതെ ഒരു യാദൃച്ഛികമല്ല. ചിലപ്പോൾ അവർക്ക് നിന്നോട് സംസാരിക്കാൻ മടിയോ, നിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ താല്പര്യക്കുറവോ, അല്ലെങ്കിൽ നിന്റെ അടുത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നതോ ആകാം. 1-2 തവണ ഇങ്ങനെ സംഭവിച്ചാൽ ശരി, ബിസി ആയിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ എപ്പോഴും ഇതേ പാറ്റേൺ ആവർത്തിക്കുന്നുണ്ടോ എങ്കിൽ അവർ മനഃപൂർവ്വം നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ്. നിന്റെ ജോലി സ്ഥലത്തോ കൂട്ടുകാർക്കിടയിലോ നിന്നെ കണ്ടില്ല എന്ന മട്ടിൽ പെരുമാറുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ സമീപത്ത് സ്വസ്ഥനല്ലാത്തവന്റെ ഉദ്ദേശം വ്യക്തമല്ല എന്നാണ് ചാണക്യന്റെ ഉപദേശം. അവർക്ക് നിന്നോടൊരു വൈരാഗ്യമോ അസൂയയോ അല്ലെങ്കിൽ മത്സരബുദ്ധിയോ ഉണ്ടാകാം. ചിലപ്പോൾ നിന്റെ വിജയങ്ങളോ ആത്മവിശ്വാസമോ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. അടുത്ത തവണ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം ശ്രദ്ധിക്കൂ. നിന്റെ സമയവും ഊർജവും നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് മാത്രം നൽകുക. ചാണക്യൻ പറയുന്നു, നിന്റെ മൂല്യം അറിയാത്തവർക്ക് വേണ്ടി നിന്റെ സമയം പാഴാക്കരുത് എന്ന്. രണ്ടാമത്തെ ലക്ഷണം നിന്നോടുള്ള ശ്രദ്ധക്കുറവാണ്. നീ എന്തെങ്കിലും ആവേശത്തോടെ പറയുമ്പോൾ അവർ ഫോണിൽ നോക്കുകയോ മറ്റെവിടെയോ ശ്രദ്ധ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിന്റെ കഥകൾ, അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിന്റെ സന്തോഷങ്ങൾ അവർക്ക് അത്ര വലിയ കാര്യമായിരിക്കുകയില്ല. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വാക്കുകൾ അവഗണിക്കുന്നവൻ നിന്റെ മൂല്യം അംഗീകരിക്കുന്നില്ല എന്ന്. ഇതൊരു വലിയ ലക്ഷണമാണ്. നിന്റെ സംസാരം അവർക്ക് ബോറിംഗ് ആണെങ്കിൽ അവർ നിന്നോട് ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണത്തിന്, നീ ഒരു നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ "ഹാ ശരി" എന്നൊരു മൂളലോ, "ഓ, അതൊക്കെ എപ്പോഴും നടക്കുമെന്ന്" മടുപ്പിക്കുന്ന മറുപടിയോ ആണ് ലഭിക്കുന്നതെങ്കിൽ കാര്യം പന്തിയല്ല. അവർ നിന്റെ ആവേശത്തെ തുച്ഛമാക്കുകയോ നിന്റെ വാക്കുകളെ അവഗണിക്കുകയോ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ നിന്റെ സംസാരം കേൾക്കുന്നതിന് പകരം അവർ മനഃപൂർവ്വം മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കും. നിന്റെ പുതിയ ജോലി, "ഓ, അതിനേക്കാൾ ഈ സിനിമ കണ്ടോ" ഇങ്ങനെ ഒരു തവണ മാത്രമാണെങ്കിൽ ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചില്ലായിരിക്കാം. പക്ഷെ എപ്പോഴും ഇങ്ങനെയാണോ? നിന്റെ വാക്കിന് വില നൽകാത്തവരെ വിശ്വസിക്കരുത് എന്നാണ് ചാണക്യന്റെ ഉപദേശം. നിന്റെ സംസാരം, വികാരങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അവർക്ക് പ്രധാനമല്ലെങ്കിൽ അവർ നിന്നോട് ആദരവോ താല്പര്യമോ കാണിക്കുന്നില്ല. ഇത്തരക്കാർക്ക് വേണ്ടി നിന്റെ ഊർജം പാഴാക്കേണ്ടതില്ല. നിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ നിന്നെ ശ്രദ്ധിക്കുന്നവരെ കണ്ടെത്തൂ. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ മൂല്യം അറിയുന്നവർക്ക് മാത്രം നിന്റെ സമയം നൽകുക എന്ന്. മൂന്നാമത്തെ ലക്ഷണം നിന്റെ സാന്നിധ്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ്.
നിന്റെ അടുത്ത് വന്നാൽ ചിലർ അസ്വസ്ഥരാകുന്നുണ്ടോ? കൈകൾ കെട്ടിപ്പിടിക്കുക, മുഖം തിരിക്കുക, അല്ലെങ്കിൽ അസ്വാഭാവികമായി പെരുമാറുക, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അടുത്ത് ശാന്തനല്ലാത്തവന്റെ മനസ്സ് നിന്നോട് വൈരാഗ്യം പുലർത്തുന്നു എന്ന്. ശരീരഭാഷ എപ്പോഴും സത്യം പറയും. അവർ എത്ര മനോഹരമായി ചിരിച്ചാലും നിന്റെ സാന്നിധ്യം അവർക്കൊരു ഭീഷണിയോ അസൗകര്യമോ ആണെങ്കിൽ അവരുടെ ശരീരം അത് വെളിപ്പെടുത്തും. ഒരു ഉദാഹരണം, നീ ഒരു മീറ്റിംഗിൽ എന്തെങ്കിലും പറയുമ്പോൾ ഒരാൾ കസേരയിൽ പിന്നോട്ട് ചാഞ്ഞിരിക്കുകയോ കണ്ണുകൾ മറ്റെവിടെയോ ആക്കുകയോ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ കൂടെ ഒരു സംഭാഷണത്തിൽ അവർ അസ്വസ്ഥരായി ചിരിക്കുകയോ വേഗം സംസാരം മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇതൊരു തവണ മാത്രമാണ് എങ്കിൽ ഒരുപക്ഷെ അവർക്ക് മോശ ദിവസമായിരിക്കാം. പക്ഷേ ഇതൊരു പാറ്റേൺ ആണെങ്കിൽ അവർക്ക് നിന്റെ അടുത്ത് സുഖമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ നിന്റെ ആത്മവിശ്വാസമോ വിജയമോ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. ശരീരം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നാണ് ചാണക്യന്റെ ഉപദേശം. അവർ പുഞ്ചിരിച്ച് സംസാരിച്ചാലും അവരുടെ ശരീരഭാഷ നിന്നോട് യഥാർത്ഥ വികാരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ ആരെങ്കിലും നിന്റെ അടുത്ത് അസ്വസ്ഥനാകുന്നത് കണ്ടാൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ആലോചിക്കൂ. നിന്റെ സമയം നിന്നെ ബഹുമാനിക്കുന്നവർക്ക് മാത്രം നൽകുക. ചാണക്യൻ പറയുന്നു, നിന്റെ യോഗ്യത അറിയാത്തവർക്ക് നിന്റെ ഹൃദയം തുറക്കരുത് എന്ന്. നാലാമത്തെ ലക്ഷണം നിന്നെ ഒഴിവാക്കി മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണ്. നിന്റെ കൂട്ടത്തിൽ എല്ലാവരോടും സന്തോഷമായി സംസാരിക്കുന്ന ഒരാൾ നിന്നെ മാത്രം മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ടോ? ഒരു ഗ്രൂപ്പിൽ നിന്റെ അഭിപ്രായം ചോദിക്കാതിരിക്കുകയോ നിന്റെ സംസാരത്തിൽ ഇടപെടാതിരിക്കുകയോ മറ്റുള്ളവരുമായി മാത്രം കുശലം പറയുകയോ ചെയ്യുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സാന്നിധ്യത്തെ അവഗണിക്കുന്നവൻ നിന്റെ പ്രാധാന്യം തള്ളിക്കളയുന്നു എന്ന്. ഇതൊരു വലിയ ലക്ഷണമാണ്. ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. ഒരു പാർട്ടിയിൽ എല്ലാവരോടും ഹായ്, എന്തൊക്കെ വിശേഷം എന്ന് ചോദിക്കുന്ന ഒരാൾ നിന്റെ അടുത്തെത്തുമ്പോൾ ഓ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു മുങ്ങുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ നിന്റെ അഭിപ്രായത്തെ ആരും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ സംസാരം മാത്രം ശ്രദ്ധിക്കുന്നു. ഇതൊരു തവണ മാത്രമാണ് എങ്കിൽ ശരി, ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും നിന്നെ മാത്രം ഒഴിവാക്കുന്നുണ്ടോ എങ്കിൽ അവർ നിന്നോട് അനാദരവാണ് കാണിക്കുന്നത്. നിന്റെ മൂല്യം അംഗീകരിക്കാത്തവന്റെ ശ്രദ്ധ നിനക്ക് വേണ്ട എന്നാണ് ചാണക്യന്റെ ഉപദേശം. ഇത്തരം ആളുകൾക്ക് വേണ്ടി നീ ഓടേണ്ടതില്ല. നിന്റെ ഊർജം നിന്നെ ബഹുമാനിക്കുന്നവർക്കായി സൂക്ഷിക്കൂ. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ സ്ഥാനം അറിയാത്തവർക്ക് വേണ്ടി നിന്റെ സമയം പാഴാക്കേണ്ടതില്ല. അഞ്ചാമത്തെ ലക്ഷണം നിന്റെ നേട്ടങ്ങളിൽ അസൂയപ്പെടുന്നതാണ്. നിന്റെ വിജയം കേൾക്കുമ്പോൾ അവരുടെ മുഖം മങ്ങുന്നുണ്ടോ? നിനക്കൊരു പുതിയ ജോലി കിട്ടിയെന്നോ ഒരു അവാർഡ് നേടിയെന്നോ പറയുമ്പോൾ ഓ അതൊക്കെ യാദൃശ്ചികം മാത്രമാണ് എന്ന് പറഞ്ഞ് നിന്റെ കഷ്ടപ്പാടിനെ തുച്ഛമാക്കുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിജയത്തിൽ അസൂയപ്പെടുന്നവൻ നിന്റെ ശത്രുവാണ് എന്ന്. നിന്റെ നേട്ടങ്ങൾ അവർക്ക് സന്തോഷം നൽകുന്നില്ലെങ്കിൽ അവർ നിന്റെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല. നിന്റെ സന്തോഷം അവർക്കൊരു വലിയ കാര്യമല്ല എന്ന മട്ടിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ സൂക്ഷിക്കുക. ഉദാഹരണത്തിന്, നീയൊരു പ്രൊജക്റ്റിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ അവർ അതിന് എന്താ ആർക്കും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നിന്റെ വിജയത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയോ വേഗം വിഷയം മാറ്റുകയോ ചെയ്യും. ചിലപ്പോൾ അവർ മനഃപൂർവ്വം നിന്റെ നേട്ടങ്ങളെ കുറച്ചു കാണാൻ ശ്രമിക്കും. കാരണം അവർക്ക് നിന്റെ പുരോഗതി അസഹനീയമാണ്. ഇതൊരു തവണ മാത്രമാണ് എങ്കിൽ ശരി, അവർക്ക് മോശ ദിവസമായിരിക്കാം എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും ഇങ്ങനെയാണോ? നിന്റെ പുരോഗതി വൈരിയുടെ മനസ്സിനെ കുലുക്കുന്നു എന്നാണ് ചാണക്യന്റെ ഉപദേശം. നിന്റെ വിജയം അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് എങ്കിൽ അവർ നിന്റെ യഥാർത്ഥ ശുഭകാംക്ഷികളല്ല. നിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ നിന്നെ ആത്മാർത്ഥമായി വിലമതിക്കുന്നവരെ കണ്ടെത്തൂ. ചാണക്യൻ പറയുന്നു, നിന്റെ വിജയത്തിൽ സന്തോഷിക്കാത്തവന്റെ ഹൃദയം നിന്റെ അടുത്തല്ല എന്ന്. ആറാമത്തെ ലക്ഷണം നിന്റെ സഹായം സ്വീകരിക്കാതിരിക്കുന്നതാണ്. നീ വാഗ്ദാനം ചെയ്യുന്ന സഹായം അവർ നിരസിക്കുന്നുണ്ടോ? നിന്റെ ഉപദേശമോ പിന്തുണയോ അല്ലെങ്കിൽ സഹായ വാഗ്ദാനം ചെയ്യുമ്പോൾ വേണ്ട, ഞാൻ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഔദാര്യത്തെ നിരസിക്കുന്നവൻ നിന്നെ വിശ്വസിക്കുന്നില്ല എന്ന്. നിന്റെ സഹായം അവർക്ക് വേണ്ടെങ്കിൽ അവർ നിന്റെ മൂല്യത്തെ അംഗീകരിക്കുന്നില്ല. ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. നിന്റെ സുഹൃത്തിനോ സഹപ്രവർത്തകനോ ഒരു പ്രശ്നമുണ്ട്. നീ ഞാൻ സഹായിക്കാം എന്ന് പറയുന്നു. പക്ഷെ അവർ ഓ വേണ്ട, എനിക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കുന്നു.
ചിലപ്പോൾ നിന്റെ സഹായം സ്വീകരിക്കുന്നത് അവർക്ക് അവരുടെ ഈഗോയ്ക്കൊരു തിരിച്ചടിയായി തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് നിന്നോട് വിശ്വാസമില്ല. ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ ശരി, അവർക്ക് സ്വന്തം വഴി വേണം എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും നിന്റെ സഹായം നിരസിക്കുന്നുണ്ടോ? നിന്റെ ഔദാര്യം അവഗണിക്കുന്നവൻ നിന്റെ ഹൃദയത്തെ അവഗണിക്കുന്നു. ഇതാണ് ചാണക്യന്റെ ഉപദേശം. നിന്റെ സഹായം വേണ്ടാത്തവർ നിന്റെ മൂല്യം അറിയുന്നില്ല. നിന്റെ ഊർജവും സമയവും നിന്നെ ബഹുമാനിക്കുന്നവർക്ക് മാത്രം നൽകുക. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ സഹായം തേടാത്തവന്റെ അടുത്ത് നിന്റെ ഹൃദയം തുറക്കരുത് എന്ന്. 7ാമത്തെ ലക്ഷണം നിന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. നിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നുണ്ടോ? നിന്റെ കാരണം കൊണ്ടാണ് ഇത് പാളിയത് എന്നോ നിന്റെ ആശയം അത്ര നല്ലതല്ല എന്നോ പറയുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ നിരന്തരം കുറ്റപ്പെടുത്തുന്നവൻ നിന്റെ പുരോഗതി തടയാൻ ശ്രമിക്കുന്നു എന്ന്. ഇത്തരം ആളുകൾ നിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഉദാഹരണം, ഒരു ടീം പ്രൊജക്റ്റിൽ എന്തോ പിഴവ് സംഭവിച്ചാൽ എല്ലാവരുടെയും പങ്കുണ്ടെങ്കിലും നിന്നെ മാത്രം വിരൽ ചൂണ്ടുന്നുണ്ടോ? നിന്റെ പ്ലാൻ ആയിരുന്നല്ലോ, അതുകൊണ്ടല്ലേ എന്ന മട്ടിൽ ചിലപ്പോൾ നിന്റെ ചെറിയ തെറ്റുകളെ വലുതാക്കി നിന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കും. ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ ശരി, ഒരുപക്ഷെ ഞാൻ തെറ്റി എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും നിന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നുണ്ടോ? നിന്റെ തെറ്റുകൾ വലുതാക്കുന്നവൻ നിന്റെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ചാണക്യന്റെ ഉപദേശം. ഇത്തരം ആളുകൾ നിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ഊർജം നിന്നെ ഉയർത്തുന്നവർക്ക് മാത്രം നൽകുക. ചാണക്യൻ പറയുന്നു, നിന്റെ തെറ്റുകൾ മാത്രം കാണുന്നവന്റെ ഹൃദയം നിന്റെ അടുത്തില്ല എന്ന്. 8ാമത്തെ ലക്ഷണം നിന്റെ വ്യക്തിത്വത്തോടുള്ള അനാദരവാണ്. നിന്റെ അഭിപ്രായങ്ങളെ തമാശാക്കുകയോ നിന്റെ വികാരങ്ങളെ അവഗണിക്കുകയോ ചെയ്യുന്നുണ്ടോ? നിന്റെ ഈ ആശയം വേറെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാമായിരുന്നു എന്നോ നിന്റെ പ്രശ്നം അത്ര വലുതല്ല എന്നോ പറയുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വികാരങ്ങളെ തമാശയായി കാണുന്നവൻ നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നു എന്ന്. ഇത്തരം ആളുകൾ നിന്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല. ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. നിന്റെ ഒരു പ്രശ്നം പങ്കുവെക്കുമ്പോൾ ഓ ഇതൊക്കെ ഒരു പ്രശ്നമോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ഒരു ആശയം പറയുമ്പോൾ അതൊക്കെ പഴയതാണ് എന്ന് പറഞ്ഞ് നിന്റെ ആവേശത്തെ കെടുത്തുന്നുണ്ടോ? ചിലപ്പോൾ നിന്റെ വികാരങ്ങളെ അവർ മനഃപൂർവ്വം തുച്ഛമാക്കുന്നു. കാരണം അവർക്ക് നിന്റെ മൂല്യം പ്രധാനമല്ല. ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ ശരി, അവർ ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും ഇങ്ങനെയാണോ? നിന്റെ ഹൃദയത്തെ അവഗണിക്കുന്നവൻ നിന്റെ സുഹൃത്തല്ല എന്നാണ് ചാണക്യന്റെ ഉപദേശം. നിന്റെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ ബഹുമാനിക്കാത്തവൻ നിന്റെ യഥാർത്ഥ ശുഭകാംക്ഷികളല്ല. നിന്റെ സമയം നിന്നെ ആദരിക്കുന്നവർക്ക് മാത്രം നൽകുക. ചാണക്യൻ പറയുന്നത് ഓർക്കുക, നിന്റെ മൂല്യം അറിയാത്തവന്റെ അടുത്ത് നിന്റെ ഹൃദയം തുറക്കരുത് എന്ന്. 9ാമത്തെ ലക്ഷണം നിന്റെ സമയത്തിന് മൂല്യം നൽകാതിരിക്കുന്നതാണ്. നിന്റെ സമയത്തിന് വില കൽപ്പിക്കാതെ അവർ കരാറുകൾ മറക്കുകയോ വൈകുകയോ ചെയ്യുന്നുണ്ടോ? ഓ ഞാൻ മറന്നുപോയി എന്നോ നിന്റെ കാര്യം അത്ര ആവശ്യമല്ലല്ലോ എന്നോ പറയുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സമയത്തെ അവഗണിക്കുന്നവൻ നിന്റെ മൂല്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന്. നിന്റെ സമയം അവർക്ക് പ്രധാനമല്ലെങ്കിൽ അവർ നിന്നെ ബഹുമാനിക്കുന്നില്ല. ഒരു ഉദാഹരണം, നിന്റെ കൂടെ ഒരു മീറ്റിംഗിന് വരാമെന്ന് പറഞ്ഞിട്ട് അവർ എപ്പോഴും വൈകുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ കോൾ അവഗണിക്കുകയോ ഞാൻ ബിസി ആയിരുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടോ? ചിലപ്പോൾ അവർ മനഃപൂർവ്വം നിന്റെ സമയത്തെ തുച്ഛമാക്കുന്നു. കാരണം അവർക്ക് നിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ ശരി, ഒരുപക്ഷെ അവർ ബിസി ആയിരിക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനെയാണോ? നിന്റെ സമയത്തിന് മൂല്യം നൽകാത്തവൻ നിന്റെ ഹൃദയത്തിന് മൂല്യം നൽകുന്നില്ല എന്നാണ് ചാണക്യന്റെ ഉപദേശം. നിന്റെ സമയം അവർക്ക് പ്രധാനമല്ലെങ്കിൽ അവർ നിന്റെ മൂല്യം അംഗീകരിക്കുന്നില്ല. നിന്റെ ഊർജം നിന്നെ ബഹുമാനിക്കുന്നവർക്ക് മാത്രം നൽകുക. ചാണക്യൻ പറയുന്നു, നിന്റെ സമയം അത് അർഹിക്കാത്തവന് നൽകരുത് എന്ന്. 10ാമതായി നിന്നോട് തുറന്ന് സംസാരിക്കാതിരിക്കുന്നതാണ്. നിന്നോട് ആത്മാർത്ഥമായി സംസാരിക്കാതെ എപ്പോഴും ഒരു ഒഴുക്കൻ മട്ടിൽ മാത്രം പ്രതികരിക്കുന്നുണ്ടോ? ഓ എല്ലാം ശരിയാണ് എന്നോ നിന്റെ കാര്യം ഞാൻ പിന്നെ നോക്കാമെന്നോ പറഞ്ഞ് യഥാർത്ഥ സംഭാഷണം ഒഴിവാക്കുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥതയില്ലാത്തവന്റെ വാക്കുകൾ വിഷമാണ് എന്ന്. ഇത്തരം ആളുകൾ നിന്റെ ഹൃദയത്തോട് അടുപ്പം കാണിക്കുന്നില്ല. ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. നിന്റെ ഒരു പ്രശ്നം പങ്കുവയ്ക്കുമ്പോൾ അവർ ഓ അതൊക്കെ ശരിയാകും എന്ന് പറഞ്ഞ് ആഴത്തിൽ സംസാരിക്കാതെ വിഷയം മാറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ആശയങ്ങളോ വികാരങ്ങളോ ചർച്ച ചെയ്യാൻ
അവർക്ക് താല്പര്യമില്ലാത്ത മട്ടാണ്. ചിലപ്പോൾ അവർ മനഃപൂർവ്വം ആത്മാർത്ഥത ഒഴിവാക്കുന്നു. കാരണം അവർക്ക് നിന്നോട് യഥാർത്ഥ ബന്ധം വേണ്ട. ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ ശരി, അവർ ബിസിയായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ എപ്പോഴും ഇങ്ങനെയാണോ? നിന്റെ ഹൃദയത്തോട് ഹൃദയം തുറക്കാത്തവൻ നിന്റെ സുഹൃത്തല്ല എന്നാണ് ചാണക്യന്റെ ഉപദേശം. ആത്മാർത്ഥമായ ബന്ധം വേണ്ടാത്തവർ നിന്റെ സമയം അർഹിക്കുന്നില്ല. നിന്റെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ നിന്നെ ശരിക്കും കേൾക്കുന്നവരെ കണ്ടെത്തൂ. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ഹൃദയം അറിയാത്തവന്റെ അടുത്ത് നിന്റെ മനസ്സ് തുറക്കരുത് എന്ന്. പ്രിയ സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ 10 ലക്ഷണങ്ങൾ പരിശോധിച്ചു. നമ്മോട് ഇഷ്ടമില്ലാത്തവരെ തിരിച്ചറിയാനുള്ള 10 സൂചനകൾ. ആചാര്യ ചാണക്യന്റെ തത്വങ്ങളുടെ വെളിച്ചത്തിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സുഹൃത്ത് ഇപ്പോഴും ഇങ്ങനെയാണെന്ന് തോന്നിയോ? ചാണക്യന്റെ വാക്കുകൾ ഓർക്കൂ, നിന്റെ ശത്രുവിനെ സുഹൃത്തായി കാണരുത്. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെക്കണം, എല്ലാ പെരുമാറ്റവും നിന്നോട് വെറുപ്പ് കാണിക്കണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് സ്വന്തം പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ലക്ഷണങ്ങൾ നിന്നെ ജാഗ്രതയുള്ളവനാകാൻ സഹായിക്കും. നിന്റെ ഊർജവും സമയവും നിന്നെ യഥാർത്ഥമായി വിലമതിക്കുന്നവർക്ക് മാത്രം നൽകുക. ചാണക്യന്റെ ഒരു അവസാന ഉപദേശം, നിന്റെ മൂല്യം അറിയുന്നവർക്ക് മാത്രം നിന്റെ ഹൃദയം തുറക്കുക. അപ്പോൾ ഇനി നിന്റെ ചുറ്റുമുള്ളവരെ ഒന്ന് നിരീക്ഷിക്കൂ. ആരാണ് നിന്റെ യഥാർത്ഥ സുഹൃത്ത്? ആരാണ് വെറും നടൻ? നിന്റെ ജീവിതത്തിൽ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിന്റെ മൂല്യം നിന്റെ കയ്യിലാണ്. ആരുടെ അംഗീകാരവും നിനക്ക് ആവശ്യമില്ല. ചാണക്യന്റെ വഴിയിൽ ജാഗ്രതയോടെ പക്ഷെ സന്തോഷത്തോടെ മുന്നോട്ട് പോകൂ. നിന്റെ സമയവും ഊർജവും നിന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകൂ. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. വില്ലേജ് ലൈറ്റിന്റെ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.